Hello friends, this is my ninth class and I am going to tell you about phrasal verbs. Phrasal verb കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രപ്പോസിഷൻ്റെ കൂടെ പ്രപ്പോസിഷൻ വെർബ് വാക്കുകളുടെ കൂടെ പ്രപ്പോസിഷൻ പ്ലസ് പ്രപ്പോസിഷൻസ് മേക്ക് ഫ്രേസൽ വെർബ്സ് ചേഞ്ച് ദ മീനിങ്സ് ചേഞ്ച് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു afraid of, good at, of, good at, angry with, angry about, different from എന്നൊക്കെ നമ്മൾ പറയുന്നു. ഡിഫറെൻറ്റ് ഫ്രം, ഫെഡപ്പ് വിത്ത് ഓക്കെ, ഇതൊക്കെ പ്രപ്പോസിഷനാണ്. അത് എൻ്റെ യൂസ് ചെയ്യണ ആംഗ്രി അബൌട്ട്, നമ്മളൊരു കാര്യത്തിന് ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഫെഡപ്പ് വിത്ത്, ഫുൾ ഓഫ്. ഞാൻ നിങ്ങൾക്ക് ഗ്രാമർ എടുക്കുകയല്ല, ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ മുഴുക്ക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു സ്റ്റെപ്സാണ്, ഓരോ സ്റ്റെപ്സാണ്. അപ്പോൾ നമ്മൾ പറയണു ഞാൻ ആ കാര്യത്തിൽ ഒരുപാട് ക്ഷുഭിതരാണ്. ഐ ആം ആംഗ്രി അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഗെയിം. മാരീഡ് ടു, ഓക്കെ. അപ്പോൾ ടു വരുന്നു, വിത്ത് വരുന്നു. കൈൻഡ് ടു. സോറി അബൌട്ട്, അയ്യോ ഞാൻ ഈ കാര്യം ചെയ്തതിൽ വളരെ സോറി. അബൌട്ട് വരും, സോറി അബൌട്ട് ദ മാറ്റർ. സോറി ഫോർ. അപ്പോൾ ഐ ആം നോട്ട് ഗുഡ് ആറ്റ് ടെല്ലിങ് സ്റ്റോറീസ്. ഞാൻ സ്റ്റോറീസ് പറയാൻ അത്ര നല്ലത് അല്ല എന്ന് പറയുന്നു. ആർ യു ഫെഡ് അപ്പ് വിത്ത് ഡൂയിങ്? ഐ ആം സോറി ഫോർ നോട്ട് ഫോണിങ്. ഓക്കെ, ഐ ആം സോറി ഫോർ നോട്ട് ഫോണിങ്. മാർക്ക് ഇസ് തിങ്കിങ് ഓഫ് ബൈങ്. ഓക്കെ, തിങ്കിങ് ഓഫ് ഉണ്ട്. And in, she lives in America. In okay, she lives in America. സ്ഥലത്തിൻ്റെ മാർത്ത് ഇൻ വരും. We got independence in 1947 on 15 August. On ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അറിയണം. ഓക്കെ, ടോം ലെഫ്റ്റ് വിതൗട്ട് സേയിങ്. ഓക്കെ, ആഫ്റ്റർ ഡൂയിങ്. ടോം ലെഫ്റ്റ് വിതൗട്ട് സേയിങ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. അപ്പോൾ അത് എൻ്റെ വെർബ് പ്ലസ് പ്രപ്പോസിഷൻ. ലിസൺ ടു, ലുക്ക് അറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നു ലുക്ക് അറ്റ്. ബിലോങ് ടു, ദിസ് കാർ ബിലോങ് ടു സോ ആൻഡ് സോ, ജോർജ് സപ്പോസ് ഐ സേ. ഹാപ്പൻസ് ടു, ദിസ് ഹാപ്പൻസ് ടു ബി എ ഗ്രേറ്റ് ഇവൻറ്റ് നമ്മൾ പറയുന്നു. സ്പീക്ക്, ടോക്ക് ടു സംബഡി അബൌട്ട് സംതിങ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ ക്ലാസ് കാണുന്നവർ, അത്ര കുറച്ച് വ്യൂസ് ആയാലും വേണ്ടില്ല, കാണുന്നവർ നിങ്ങളുടെ കമൻറ്റ്സ് പ്ലീസ് പുട്ട് യുവർ കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കാരണം എന്നാലേ എനിക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് വ്യതിയാനങ്ങൾ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ തിങ്ക് അബൌട്ട്, താങ്ക് ഫോർ. ഓക്കെ, തിങ്ക് അബൌട്ട്, താങ്ക് ഫോർ. അപ്പോൾ ലുക്ക് അറ്റ്, ലുക്ക് ഫോർ, ഇതൊക്കെ ഫ്രേസൽ വെർബ്സാണ്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതൊക്കെ എഴുതിയെടുക്കാം. ഓക്കെ, look after, she is looking after her parents very well. Sharavana looked after her blind parents very well. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ, ഡിപ്പെൻഡ്സ് അറ്റ്, ഡിപ്പെൻഡ് അപ്പോൺ. ഓക്കെ, ഡിപ്പെൻഡ്സ് അബൌട്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാം പ്രപ്പോസിഷനാണ് ഈ വാക്കുകളുടെ അടുത്ത് വരുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ ഗോ ഇൻ, fall off, run away. അപ്പോൾ ആൻ ഓപ്പൻ ദ ഡോർ and car got in. And opened the door, car got in. And the car stopped, got out. She switched off the light. Fall off, be careful, don't fall off. Okay, he stood up and left the room. Get up, I usually get up at 7 o'clock or something like that. Okay, we looked up at the start. Appo, would you like to sit down? The picture fell down. Lie down. Okay, the thief ran away. No, thief ran away. He passed away. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു മരണം നടന്നു. അപ്പം ഞാൻ മകളുടെ കല്യാണം ഉറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെ പറയും ഞാൻ പറയും, അതായത് ഫാദർ, ആ കുട്ടിയുടെ പേര് നോക്കണം, പേര് സപ്പോസ് ബിന്ദുസ് ഫാദർ പാസ്ഡ് അവേ ബിഫോർ ഹർ മാരേജ്. ഓക്കെ, അപ്പോൾ ബിഫോർ ഹർ മാരേജ്, വിച്ച് വാസ്
റീസെൻ്റ്ലി we recently commenced. Okay, so നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ ഓൺ ഇൻ പ്രപ്പോസിഷൻസ് നന്നായി പഠിക്കണം, നമ്മൾ തറവാക്കണം. ഓക്കെ, അപ്പോൾ ഇൻ, ഓൺ, അബൌട്ട്, ടു, ഫോർ. ഹി വർക്ക്സ് ഫോർ ദ കമ്പനി. ഐ ആം കമ്മിങ് ഫ്രം ആലത്തൂർ, അല്ലെങ്കിൽ ഐ ആം കമ്മിങ് ഫ്രം കുഴൽമന്നം എന്ന് നമ്മൾ പറയുന്നു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കുറേ വാക്കുകൾ എഴുതി തന്നിട്ട് കാര്യമില്ല. ഞാൻ എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ അത് നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതാവാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്കൊരു ഇത് വയ്ക്കാം. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ടെൻസ് ടേബിൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, അതായത് അവേ ഓഫ്, ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രേസൽ വെർബാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. He stood up and left the room. അപ്പോൾ I got on the train. Get up, looked up, sit down. Okay, sit down. Fell down, lie down. Okay, ran away. The thief ran away. Went back to our hotel. Okay, drove away, drove off. Go back and don't come back. Okay, gone away, be back. Okay, so the wall wasn't high, so we climbed over. Turn over. I looked around. അപ്പോൾ അവസാനം വരുന്ന വാക്കുകളെ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഐ ആം ബീങ് പുട്ട് അപ്പ് വിത്ത് ദിസ് ഫെലോ. എനിക്ക് അവൻ്റെ സ്വഭാവം ഒന്നല്ല, പക്ഷെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് എന്നാണ് പറയുക. ഇനിയിപ്പോൾ നമ്മൾ പുട്ടോൺ, ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞ് വായെടുത്തുള്ളൂ. പുട്ടോൺ യുവർ കോട്ട്, put your coat on. ഓക്കെ, put on your coat, put your coat on എങ്ങനെ വേണമെങ്കിലും പറയാം, പക്ഷെ put on എന്ന് നമ്മൾ സാധാരണ പറയും. ടേക്ക് ഓഫ് യുവർ ഷൂസ്, ടേക്ക് യുവർ ഷൂസ് ഓഫ്, രണ്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. ഇറ്റ് ദം ഇറ്റ് ഓൺ. ഐ പുട്ട് ഓൺ മൈ കോട്ട്, ഐ പുട്ട് ഓൺ. ഓക്കെ, ഹിയർ യുവർ കോട്ട്, പുട്ട് ഇറ്റ് ഓൺ. ഹിയർസ് യുവർ കോട്ട്, പുട്ട് ഇറ്റ് ഓൺ. ടേക്ക് ദം ഓഫ്, ടേക്ക് ഓഫ്. Take off the shoes, take them off. അപ്പോൾ turn on, turn off. Okay, turn it off. Okay, switch on, switch off. Okay, pick up the waste. Haida Sena pick up the waste. Switch off. Okay, bring it back, take back, give back. Okay, put back. Put back, take back, give back, back വരുന്നില്ല. ഓക്കെ, അപ്പോൾ സോ ഫ്രേസൽ വെർബ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം, ഫ്രേസൽ വെർബ് ഏകദേശം നിങ്ങൾക്ക് കുറേ ഫ്രേസൽ വെർബ്സ് വേണമെങ്കിൽ ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, സോ ഫ്രേസൽ വെർബ് എന്താണ്? വെർബ് കഴിഞ്ഞിട്ട് പ്രപ്പോസിഷൻ വാക്കുകൾ വരുമ്പോൾ അത് മീനിങ് മാറ്റും. ഓക്കെ, റാൻ ഓഫ്, അതിൻ്റെ ആ വർക്കിൻ്റെ മീനിങ് മാറ്റും. കോൾ അപ്പോൺ, ഞാൻ പറഞ്ഞേ നിങ്ങളുടെ അടുത്ത് കോൾ അപ്പോൺ. അപ്പോൾ ഇതിനെയൊക്കെ ഈ വാക്കുകളെയൊക്കെ നമ്മൾ ഫ്രേസ്, കോൾ അപ്പോൺ പറഞ്ഞാൽ പോയി കാണുക എന്നാണ്, കോൾ പറഞ്ഞാൽ വിളിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രേസൽ വെർബ്സിൻ്റെ നമ്മൾ ഈ ക്ലാസ്സിൽ അവസാനിപ്പിക്കാൻ നോക്കുക. എന്നിട്ട് ഒരു ന്യൂ ടോപ്പിക് വി വിൽ സ്റ്റാർട്ട് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഐ എം സൈനിങ് ഓഫ്. ഓക്കെ, ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ. ഓക്കെ.